ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ വലിയൊരു മാർക്കറ്റിലെ ഇന്നലെ പറഞ്ഞ പോലെ മെജോറിറ്റി ഓഫ് സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റ് ബാലൻസിങ്ങിന്റെ ഒരു മൂവ്മെന്റ് തന്നിരുന്നത്. വലിയൊരു ന്യൂസ് ഒന്നും ഇല്ല. ഇന്ന് ചൈനയിൽ വന്ന ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് റിപ്പോർട്ടായിരുന്നു. ചൈനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ കുറച്ചിട്ടുണ്ട്. അത് വളരെയധികം പോസിറ്റീവായ ഒരു കാര്യമാണ്. കൂടാതെ ചൈനീസ് മാർക്കറ്റിലെ ഇന്ന് വന്ന ഡേറ്റ പ്രകാരം ചൈന മാർക്കറ്റിന്റെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ സ്റ്റിമുലസ് ആയിട്ട് രീതിയിൽ റേറ്റ് കട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പല റിവേഴ്സ് റിപ്പോ നിരക്ക് പോലെ അവിടുത്തെ ബാങ്കുകളിൽ നിൽക്കുന്ന ആ ഒരു റിപ്പോ റേറ്റ് അവർ കുറച്ചു. അത് കൂടാതെ അവിടുത്തെ ഹൗസിംഗ് സ്ട്രക്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള സബ്പ്രൈമിന്റെ ഹൗസിംഗ് സ്ട്രക്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൈനീസ് മാർക്കറ്റിന് കുറെ നാളത്തെ എത്രയോ വർഷത്തെ ലോയിൽ കിടക്കുന്നത് കൊണ്ട് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൈന മാർക്കറ്റിൽ വളരെ പോസിറ്റീവായ ന്യൂസാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ന് വന്ന അമേരിക്കയുടെ കൺസ്യൂമർ കോൺഫിഡൻസ് വന്ന് മൈനസ് ആണ്. അത് കൂടാതെ റിച്ച്മണ്ട് മാനുഫാക്ചറിംഗ് ഇൻഡെക്സും മൈനസ് നിൽക്കുന്നത്. അതായത് കോൺട്രാക്റ്റിംഗ് ആയ രീതിയിലാണ് ഒരു ഡേറ്റ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുള്ളതും കൂടെ കൊണ്ട് മാർക്കറ്റ് ഒരു ഓവറോൾ രീതിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 6 പോയിന്റ് മൈനസിലും, നമ്മുടെ അമേരിക്ക മാർക്കറ്റ് നാസ്ഡാക്ക് 118 പോയിന്റ് പ്ലസിലും, S&P ഡൗ ജോൺസ് 33 പോയിന്റ് പ്ലസിലും, S&P വെറും 12 പോയിന്റ് പ്ലസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് മാർക്കറ്റിലേക്കാണ് നമ്മുടെ മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കേണ്ട 2-3 കാര്യങ്ങൾ. നാളെ നമുക്ക് മോർണിംഗിൽ നമുക്ക് വലിയ ന്യൂസ് ഒന്നുമില്ല. പക്ഷെ നാളെ നമുക്ക് വൈകിട്ട് 1-2 അമേരിക്കയുടെ പെൻഡിങ് ഹോം സെയിൽസ് കുറച്ച് കാര്യങ്ങളുണ്ട്. നാളെ നമുക്ക് നാളെ ഉച്ചയാകുമ്പോൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ നോൺ മോണിറ്ററി പോളിസിയുടെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ആ 1-2 കാര്യങ്ങളല്ലാതെ പിന്നെ വൈകിട്ട് വരുന്ന അമേരിക്കയുടെ ന്യൂ ഹോം സെയിൽസിന്റെ ഒരു ഡേറ്റയും കൂടെ മാത്രമേ വലിയൊരു ഇമ്പോർട്ടന്റ് ഡേറ്റ ഇത് ഞാൻ കാണുന്നുള്ളൂ. സോ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നാളെ ഒരു മൂവ്മെന്റ് തരാം. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഒരു ബാലൻസ് മൂവിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് പോകേണ്ടത് നാളെ മന്ത്ലി ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ കോൺട്രാക്ട് ആണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കണ്ടേ. സോ 54,000 നാളെ എക്സ്പയർ ചെയ്യുന്ന കോളിൽ ഏകദേശം OA കാണിക്കുന്ന 2.11 ലാക്സും അതേസമയം പുട്ടിൽ കാണിച്ചിരിക്കുന്ന 1.85 ആണ്. ഫോളോഡ് ബൈ 53,500 പുട്ടിൽ 1.88ഉം ഹയർ സ്ട്രൈക്കിലും, 54,500 ഹയർ സ്ട്രൈക്ക് ഫോളോഡ് ബൈ 55,000 കോൾ സ്ട്രൈക്കിലും റൈറ്റിംഗ് ആണ്. അപ്പൊ നാളെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 54,000 സ്ട്രൈക്ക് റേറ്റിലുള്ള കോളും പുട്ടിനും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഏതാണോ മൂവ്മെന്റ് വരുന്നത് അതനുസരിച്ച് വേണമെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് തരാനോ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി. ഇല്ല എങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ഓപ്ഷൻ ആയി വരികയാണെങ്കിൽ നാളെ മിക്കവാറും ബാലൻസ് തരാനുള്ള ചാൻസ് മാർക്കറ്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ഡേറ്റ വെച്ച് നമുക്ക് ബാക്കിയുള്ള ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാം. നിങ്ങൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ നമ്മളെ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ 5 മിനിറ്റ് ചാർട്ട് വെച്ചു. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗത്താണ്. നമ്മളെ മാർക്കറ്റ് ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്യും 25,900 ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്ന് തിരിച്ച് വീണ്ടും ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റിന് അവിടെ വന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി ഇന്നലത്തെ POCയുടെ ഭാഗത്ത് ചെറിയ റിവേഴ്സൽ എടുത്തു. വീണ്ടും ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റിന്റെ അവിടം വരെ പോയി. ചുരുക്കി പറഞ്ഞാൽ 25,950 മുകളിൽ 26,000 വരെ പോയി. 2 പ്രാവശ്യം നമുക്ക് ആ ട്രേഡ് നടന്നായിരുന്നു. ഇന്ന് എന്റെ റൂമിൽ ഞാൻ ലൈവായിട്ട് 10 lakhs അക്കൗണ്ട് ട്രേഡ് ചെയ്തു. നിഫ്റ്റിയിൽ ഒരു കോൾ എടുത്തു, 500 ക്വാണ്ടിറ്റി എടുത്തു, 20 പോയിന്റ് ക്യാപ്ചർ ചെയ്തു, 10,500 രൂപയോളം പ്രോഫിറ്റ് എടുത്തു, എക്സിറ്റ് ആയി. അപ്പൊ ഞാൻ ആ 10 lakhs സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 1%, എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1%. എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10,000 ഡെയിലി 10,000 പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ആ രീതിക്കാണ് ആ സ്ട്രക്ചർ വർക്ക് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു എന്തെങ്കിലും ബിൽഡപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം തമിഴിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെങ്കിൽ അവർ അതിനുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി വന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ആയ 54,200 ഭാഗം 54,150 ഭാഗത്തല്ലേ പറഞ്ഞു. ആ 150 ഭാഗത്തും 53,952 പറഞ്ഞ് ഇന്നലത്തെ POCയുടെ ഭാഗത്തും കിടന്ന് കളിച്ചതല്ലാതെ ഒരു മൂവ്മെന്റും ഇല്ല. POC ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല. 53,952 പറഞ്ഞ POC ആശാൻ ടച്ച് ചെയ്തിട്ട് കൂടെ ഇല്ല.
ചുരുക്കി പറഞ്ഞ ആ ഭാഗത്ത് 53,962 അല്ല, 53,944 നമ്മളെ POC. നിങ്ങൾക്കറിയാം 53,944 നമ്മളെ POC. ആ POCയുടെ ഭാഗത്ത് കിടന്ന് കളിക്കുന്നതല്ലാതെ ആശാൻ തട്ടിയത് പോലുമില്ല. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസിനും ഇന്നലത്തെ POCയുടെ ഇടയിൽ കിടന്ന് ഒരു പ്യൂർലി ബാലൻസിലേക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി നിന്നത്. സോ ഈ നമുക്ക് നോക്കേണ്ട ഈ ബാലൻസ് നാളത്തേക്ക് പോവോ അതോ മാർക്കറ്റ് വീണ്ടും ബാലൻസിലേക്ക് പോവോ നമുക്ക് നോക്കാം. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ ഡേ ആണ്. അപ്പർ സൈഡിന്റെ വിക്ക് മുകളിലോട്ട് ഒരു സിംഗിൾ പ്രിന്റ് ജെ പീരിയഡിൽ ഒരു ടിക്ക് തന്നു. അതേപോലെ ഡിറക്ഷൻ ആയ ഡി പീരിയഡിലും ഇയിലും ചെറിയൊരു ബ്രേക്ക് തന്നതിന് ശേഷം ആശാൻ എന്ത് ചെയ്തു? 54,017 അതെ 54,017 ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്യുന്നത്. സോ നിങ്ങൾ നോക്കിയാൽ തന്നെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രൊഫൈലിന്റെ ഇതിനകത്തെയാണ് ഈ പ്രൊഫൈൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായി ഇന്നലത്തെ POC ആയ ഇന്നത്തെ POC 54,142 മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഇരിക്കുന്നത്. ഞാൻ പക്ഷെ ആഡ് ചെയ്യുന്നത് ഇന്നത്തെ ഹൈ 54,200 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബുള്ളിഷ് റെഫറൻസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഓർത്തോളൂ, ബേറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC ആയ 53,943 താഴെയും ബേറിഷ് റെഫറൻസ് നമുക്ക് ആക്റ്റീവ് ആകും. നമുക്ക് ആദ്യം നോക്കേണ്ട 54,200 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതുവരെ പോവാം 54,420യും 430യും. അതിന് മുകളിൽ അടുത്ത വരുന്ന ടാർഗറ്റ് 54,633യും അതിന് മുകളിൽ 55,000 വരെ പോവാം. അതിന് മുകളിൽ എത്ര വരെ പോവാം? 55,000 വരെയും ബാങ്ക് നിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്നത്തെ POC എത്രയാണ്? 54,142 ഇന്നത്തെ POC. ഇപ്പൊ നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ POC മാർക്ക് ചെയ്യാം. ഈ ലെവൽസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ആദ്യം എന്ത് വർക്ക് ചെയ്യാം? ഇന്നത്തെ POC മാർക്ക് ചെയ്യാം. 54,142 ഇതാണ് നമ്മളെ POC. ഓക്കെ, അതിന് അതാണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എത്രയാണ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ? 54,200. 54,200 ആണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബുള്ളിഷ് റെഫറൻസ് എടുക്കൂ. അത് ഞാൻ ടെക്സ്റ്റ് കൊടുക്കുകയാണ്, ബുള്ളിഷ് റെഫറൻസ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ആ ബുള്ളിഷ് റെഫറൻസ് 54,200 ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? ഫസ്റ്റ് എത്രയാണ് പറഞ്ഞത്? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 54,413. 54,413 നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്യും 54,413. ഓക്കെ, അതിന് മുകളിൽ അടുത്ത വരുന്നത് എന്താണ്? 54,631. 54,631. 54,631 ഇതാണ് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്. 54,631. അതിന് മുകളിൽ സ്ട്രെയിറ്റ് നമ്മളെ സംബന്ധിച്ച് സ്കൈ എന്ന് ഹൈ എന്ന് പറയുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ 55,014. 55,014 നമ്മളെ അടുത്ത മുകളിലത്തേക്കുള്ള ടാർഗറ്റ്. ഇതാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റിയിലെ മുകളിലേക്കുള്ള ഒരു ടാർഗറ്റ്. ഞാനത് 15 മിനിറ്റ്സ് ആക്കാം, കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 15 മിനിറ്റ് ആക്കണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവുമല്ലോ. അപ്പം ഓക്കെ, ഇതാണ് നമ്മളെ മുകളിലേക്കുള്ള ടാർഗറ്റ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത താഴേക്ക് വരുമ്പോൾ താഴേക്കാണെങ്കിൽ നമ്മളെ ഇന്നലത്തെ POC ആണ് നമ്മളെ ഫസ്റ്റ് ബേറിഷ് റെഫറൻസ് സപ്പോർട്ട് 53,944. സോ ആ POC 53,944 നമ്മളെ POC. നമ്മളെ ബേറിഷ് റെഫറൻസ് എത്രയാണ്? നമ്മളെ ബേറിഷ് റെഫറൻസ് അതാണ് നമ്മളെ ഫസ്റ്റ് സാധനം. ഈ ബേറിഷ് റെഫറൻസിന് താഴെ നമുക്ക് ഈ സെല്ലിങ്ങിലേക്ക് പോകാനും എന്തുവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മുമ്പിൽ ഇടാം. ഇനി അടുത്ത ഫസ്റ്റ് വരുന്ന എത്രയാണ്? അതിന് താഴെ അടുത്ത വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 53,821. സോ ഫസ്റ്റ് സപ്പോർട്ട് എത്രയാണ്? 53,821. ഞാൻ ഈ സപ്പോർട്ടിനെ ഞാൻ കളർ മാറ്റി വയ്ക്കാം. പച്ച കളർ ആയതുകൊണ്ട് നമുക്ക് പച്ചയാണല്ലോ വേണ്ടോ, ഇത് നമുക്ക് പച്ച വയ്ക്കാം. ഓക്കെ, ഇത് നമ്മളെ പച്ച കളർ. ഓക്കെ, പച്ച. ഇനി അടുത്തത് അതിന് താഴെ വരണമെങ്കിൽ നമുക്ക് ഈ സിംഗിൾ പ്രിന്റ് ലോ ആയ 53,657 ടെസ്റ്റ് ചെയ്യാം. 53,657. 53,657 പൊട്ടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അടുത്ത സപ്പോർട്ടായ ഏതാണ്? 53,556. 53,556. അതിന് താഴെ വരികയാണെങ്കിൽ അടുത്ത ഇന്നത്തെ നമ്മളെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ POC ആയ 53,389 ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. എന്താണ്? നമുക്ക് ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 54,200. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 54,413, 54,631, 55,114. അതിനെ ബെയറിഷ് റെഫറൻസ് എത്രയാണ്? 53,944. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 53,821. അത് താഴെ 53,657. സെക്കൻഡ് 53,556. അതിന് താഴെ 53,389 ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതാണ് നമ്മളെ ബുള്ളിഷും ബെയറിഷും റെഫറൻസ്. അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക.
അത് ഓർത്താൽ നിങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ നിഫ്റ്റി പ്യുവർലി നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്ലെയർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിഫ്റ്റി എന്താണ് പ്യുവർലി ഒരു ബാലൻസ് ആണ്. സോ ഇന്നത്തെ 26,000 മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എടുത്താൽ മതി. 26,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,050 അതിന് മുകളിൽ 26,101 അതിന് മുകളിൽ 26,143 നിഫ്റ്റിയെ കുറിച്ച് വരാം. അപ്പൊ ഫസ്റ്റ് നിഫ്റ്റിയെ കുറിച്ച് വരുമ്പോൾ ഇന്നത്തെ പി ഒ സി ആയ ഇന്നത്തെ പി ഒ സി എത്രയാണ് 25,950 ഇന്നത്തെ പി ഒ സി. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്യും. നിഫ്റ്റിക്ക് മാർക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാലോ നിഫ്റ്റിക്ക് നമ്മൾ മാർക്ക് ചെയ്ത് പിന്നെ കാര്യമില്ല. ഞാൻ ആ ഒരു ലെവലൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. ഇന്നത്തെ പി ഒ സി 25,958 25,958 നമ്മളെ പി ഒ സി. സോ നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എത്രയാണ് നമുക്ക് നോക്കേണ്ടത് 26,000 നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് ഹൈ 26,000 നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ്. അതിന്റെ ടെക്സ്റ്റ് എന്താണ് ബുള്ളിഷ് റെഫറൻസ് നമുക്ക് അത് വയ്ക്കാം. ബുള്ളിഷ് റെഫറൻസ് ആണ് ഓർത്തോളൂ. ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് 26,050 26,050 ഓർത്തോളൂ. കോർഡിനേഷൻ 26,050 അതിന് താഴെ 26,103 25,26,101 അതിന് മുകളിൽ അടുത്ത വന്ന എന്താണ് അടുത്തത് 26,143 ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള നിഫ്റ്റി റെസിസ്റ്റൻസ്. ഇനി താഴേക്ക് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പി ഒ സി ആയ 25,905 ഞാൻ നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് 25,905 നമ്മളെ ഫസ്റ്റ് ബെയറിഷ് റെഫറൻസ് 25 അത് നമുക്ക് അത് ഇന്നത്തെ സപ്പോർട്ടാണ്. പക്ഷേ ബെയറിഷ് റെഫറൻസ് അവിടെ അല്ല. ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് പറഞ്ഞുതരാം. ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ ആയ 25,867 നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ബെയറിഷ് റെഫറൻസ് 25,867 നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ബെയറിഷ് ആയിട്ടുള്ള റെഫറൻസ്. അപ്പൊ ഓക്കെ അതിന് താഴെ വന്നാൽ മാത്രമേ നിങ്ങളൊരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പുറത്തുള്ള എത്രയാണ് 25,867 ഫസ്റ്റ് നമ്മുടെ ബെയറിഷ് റെഫറൻസ്. ഓക്കെ അതിന് താഴെ മാർക്കറ്റ് വരെയാണെങ്കിൽ ഇന്നലത്തെ ഹൈ ആയ 25,799 മെയിനകത്തായി 25 ഈ ഗ്യാപ്പ് 25,799 എന്ന് പറഞ്ഞ ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതിന് താഴെ എത്രയാണ് 25,799 താഴെ വരെയാണെങ്കിൽ അടുത്ത വരുന്നത് എത്രയാണ് അടുത്ത വരുന്നത് ഈ 25,700 ഇന്നലെ അതിന് മുമ്പത്തുള്ള പി ഒ സി ആയ 25,690 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് വരാൻ ചാൻസ് 25,695 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഒരു ചെറിയ റിട്രേസ്മെന്റ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഓർത്തുള്ള 25,867 ആയിരിക്കും നമ്മളെ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 26,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,050 101 26,143 നമ്മളെ സപ്പോർട്ട് 25,905 ഉണ്ടെങ്കിൽ കൂടി 25,867 ആണ് നമ്മളെ ബെയറിഷ് റെഫറൻസ്. അതായ 25,799 25,695 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പി ഒ സിയിലേക്ക് മാർക്കറ്റ് വരുന്ന ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ നാളെ ഞാൻ പറഞ്ഞ പോലെ 54,000 സ്ട്രൈക്കാണ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. നിഫ്റ്റി നാളെ ഒരു നോർമൽ ഡേ ആവാനോ അല്ലെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നാളെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എങ്ങനെ വോളിയം ബിൽഡപ്പ് ചെയ്യുന്നു എല്ലാത്തിനെയും ബേസ് ചെയ്തായിരിക്കും ഈ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുക, ലെവൽസ് മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ 1% എവറി ഡേ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈവ് റൂമിലേക്ക് വരിക. ഞാൻ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, യൂട്യൂബ് വർക്ക് ചെയ്യാൻ സഹായിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.